ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഹെയർ ബ്രൂച്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളറാണ് ലാവെൻഡർ കളർ. അപ്പോൾ ആ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ ഇടയിൽ ഈ ഒരു ഫ്ലവറും കൂടെ വന്നാലേ ഉള്ളൂ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കണ്ടോ. നമുക്ക് പല സ്റ്റൈലിൽ വെക്കാം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും ഈ ഒരു സ്റ്റൈൽ തന്നെയാണ് കാണിക്കാറ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു ബീഡ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു കളറ്, ഒരു ലാവെൻഡർ കളറ്. അത് വന്നിട്ട് നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ബീഡ്. അപ്പോൾ ഈ ഒരു ബീഡ് വെച്ചിട്ടാണ് നമ്മൾ പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ. വൈറ്റ് ബീഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് വൈറ്റ് ബീഡ്സുകളുണ്ട്, വലുതും ചെറുതൊക്കെ ആയിട്ട്. അതിൽ കുഞ്ഞു ബീഡ്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഈ ഒരു ഗിയർ വയറുകളാണ്. ഒന്ന് 3mm ഒന്ന് 5mm. 5 കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല. പിന്നെ 3mm ഇത് കഴിയാനായിട്ടോ. ഒരുപാട് ഞാനിത് വെച്ചിട്ടുണ്ടാക്കി. അപ്പോൾ കുറച്ച് വയറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലാവെൻഡർ കളർ എടുത്തിട്ട് 10 ബീഡ്സ് നമ്മൾ വരിയായിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയിൽ പിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ബാലൻസ് വരുന്ന കമ്പിയിൽ ഒരു 3 വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഇത് മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അതിൽ വലുതും ചെറുതും ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ചെറിയ 3 ബീഡ്സ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ത്രികോണം ഷേപ്പിലാക്കിയിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ആ ബാലൻസ് വരുന്ന കമ്പിയിൽ ഒരു 3 കൂടെ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ത്രികോണം ഷേപ്പിലാക്കിയിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. നമ്മളിത് വൈറ്റും ഈ ഒരു ലാവെൻഡർ കളറും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഉണ്ടാക്കുമ്പം നമ്മളത് റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആ ബാലൻസ് വരുന്ന 2 കമ്പിയും കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു 10 ബീഡ്സ് വരിയായിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഒരു 10 കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. വൈറ്റും ലാവെൻഡർ കളറും കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. അപ്പം ലാസ്റ്റ് നമ്മൾ ഈ ഒരു 2 കമ്പിയും കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പാർട്ട് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ വളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. കണ്ടില്ലേ, ഇത്രയും പാർട്ടുകളുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ ബീഡ്സ് കാണിക്കാൻ മറന്നുപോയി കേട്ടോ, വിട്ടു പോയതാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്നത് ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനും നമ്മൾ 3mm ഗിയർ വയർ എടുക്കുക. എന്നിട്ട് ആ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലവർ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 3 ബീഡ്സ് വരണം കേട്ടോ. 3 ബീഡ്സ് നമ്മൾ വരിയായിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി മുകളിലുള്ള ആ ഒരു ബീഡ് പെടാതെ താഴെയുള്ള ആ ഒരു 2 ചെറിയ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 3 ബീഡ്സ്, ആ ഒരു കുഞ്ഞു ബീഡ്സ് നമ്മൾ വരിയായിട്ട് കോർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ബീഡ്സും 2 ഫ്ലവേഴ്സും ഒരേ ലെങ്ത് തന്നെ ആയിരിക്കണം. ഒപ്പം പിടിച്ചിട്ട് വേണം നമ്മൾ കോർത്ത് കൊടുക്കാനായിട്ട്. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലുള്ള ബീഡ് പെടരുത്. താഴെയുള്ള 2 ബീഡും ആ ഒരു ഫ്ലവർ ബീഡും കൂടെ ചേർത്ത് വേണം നമ്മൾ കോർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൽ വെറും 2 പാർട്ടുകളാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടും പിന്നെ ആ ഒരു ലാവെൻഡർ കളർ വെച്ചിട്ടുള്ള പാർട്ടും. ഇനി ലാസ്റ്റ് നമ്മൾ ആ ഒരു 2 കമ്പിയും കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഈ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. ക്യാമറയിൽ അത്ര തന്നെ അതിൻ്റെ ഗ്ലേസിങ്ങും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ പോലെ ഒരുപാടെണ്ണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു 2 പാർട്ടും ഈ ഒരു ഗിയർ വയറും മാത്രമാണ് ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു 5mm ഗിയർ വയർ എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി നമ്മളതിൻ്റെ അറ്റം പിടിച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട്
നന്നായിട്ട് അങ്ങോട്ട് പിരിച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ആ ഒരു ലാവൻഡർ കളർ വെച്ചിട്ടുള്ള പാർട്ട് നേരെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം നമ്മളത് പിരിച്ച് കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് ഭംഗിയിൽ പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. പോരാത്ത രീതിയിൽ പിരിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ മുകളിലുള്ള പാർട്ടുകളൊന്നും മറയരുത് കേട്ടോ. ആ ഒരു ലാവൻഡർ കളർ വെച്ചിട്ടുള്ള പാർട്ടുകളൊന്നും മറയരുത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം നമ്മളത് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെയും തൊട്ട് താഴെയായിട്ട് നമ്മൾ ആ ഒരു ലാവൻഡർ കളർ വരും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാർട്ടുകളെല്ലാം ആ ഒരു കമ്പിയിൽ താഴെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഗിയർ വെയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഗിയർ വെയർ ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 3mm ഗിയർ വെയറാണ് കേട്ടോ. ഈ ഒരു പാർട്ടുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് 3mm ഗിയർ വെയറാണ്. ആ നടുക്കിലൂടെ പോകുന്നത് മാത്രമാണ് 4ഉം 5 ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ 4ഉം 5ഉം യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ ഒരു സൈസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഉണ്ടാക്കി കഴിഞ്ഞാലോ ഭയങ്കര ഒരു റഫായിട്ട് തോന്നും, ഒരു ഹാർഡായിട്ട് ഇങ്ങനെ തുറിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ക്യൂട്ടൊക്കെ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ 3mm ഗിയർ വെയർ തന്നെ എടുക്കാൻ നോക്കുക. ഞാനിതിൽ ഏതാണോ സൈസ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സൈസിൽ തന്നെ വയറുകളൊക്കെ എടുക്കാൻ നോക്കുക. പിന്നെ ജ്വല്ലറി മേക്കിംഗ് വയർ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. പക്ഷേ ആ ഒരു ജ്വല്ലറി മേക്കിംഗ് വയർ ഉണ്ട്, അത് ത്രെഡ് മിക്സ് ആയിട്ടുള്ളതാണ്. അതല്ല നമുക്ക് വേണ്ടത്. ത്രെഡ് മിക്സ് ആക്കാത്ത ഒരു കമ്പിയാണ് നമുക്കിത്. ഇതിലൊന്നും മിക്സ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ത്രെഡ് മിക്സ് ആയിട്ട് വരുന്നത് റോളായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടും നേരിട്ട് പോകുമ്പോഴും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ത്രെഡ് മിക്സ് ആയിട്ടുള്ള കമ്പിയാണോ എന്നുള്ളതാണ്. ആ ഒരു ഗിയർ വെയർ വെച്ചിട്ട് ഒരുപാട് ജ്വല്ലറീസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മാലയായിട്ട്, കമ്മലായിട്ട്, അതുപോലെ ഒരുപാട് ജ്വല്ലറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ബ്രൂച്ചിന് ഈ ഒരു ഗിയർ വെയർ തന്നെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗിയർ വെയർ സെലക്ട് ആക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന സൈസിൽ തന്നെ എടുക്കാൻ നോക്കുക. ത്രെഡ് മിക്സ് ആക്കാത്ത ഗിയർ വെയർ സെലക്ട് ആക്കാൻ നോക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളുടെ ബ്രൂച്ച് അടിപൊളിയായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളുടെ ബ്രൂച്ച് കിട്ടും. പിന്നെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഒരുപാട് പേര് ഗിയർ വെയർ വാങ്ങുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയും 4mm എടുക്കത്തോളൂ, ഈ ഒരു ഗിയർ വെയർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബ്രൂച്ച് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിടിപ്പിക്കും. കാരണം അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ഔട്ട് ആക്കിയാൽ മതി, വേറൊന്നും അവർക്ക് അറിയണ്ട. പക്ഷേ വാങ്ങണോ വേണ്ടേ എന്നുള്ളത് നമ്മളെ തീരുമാനമാണ്. നമുക്ക് 3mm തന്നെ ആവശ്യം എന്നുണ്ടെങ്കിൽ 3 തന്നെ വാങ്ങുക. 3 ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷോപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഗിയർ വെയർ സെലക്ട് ചെയ്യുമ്പോൾ സൈസൊക്കെ നോക്കി ശ്രദ്ധിച്ച് വാങ്ങുക. നമ്മളിതുപോലെ ഒരുപാട് ബീഡ്സൊക്കെ വാങ്ങി, നല്ല അടിപൊളി ബീഡ്സൊക്കെ വാങ്ങി റെഡി ആയിട്ട് ഇരിക്കുമ്പം ഈ ഒരു ഗിയർ വെയർ കറക്റ്റിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബീഡ്സിൻ്റെ ഭംഗി തന്നെ അങ്ങ് പോയി. ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മുടെ ബ്രൂച്ച് കാണാനായിട്ട്. അപ്പം ഒരു അട്രാക്ഷനും ഒരു ക്യൂട്ട്നെസ്സൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3mm ഗിയർ വെയറിൽ തന്നെ ചെയ്യുക. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കമൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഈ ഒരു ഗിയർ വെയറിൻ്റെ കംപ്ലയിൻസാണ് അവർ പറയുന്നത്. അപ്പോൾ ഗിയർ വെയർ വാങ്ങുമ്പോൾ ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വാങ്ങാൻ നോക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു മെറ്റീരിയലാണ് ഈ ഒരു ഫ്ലവർ ബീഡ്സ്. ഫ്ലവേഴ്സ് കിട്ടാനേ ഇല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ച് നോക്കുക. അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാൻ നോക്കുക. ഓൺലൈനായിട്ടെന്ന് പറഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ, മീഷോ അങ്ങനെയുള്ള ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങാൻ നോക്കുക കേട്ടോ. പിന്നെ പൊതുവേ ഈ ഒരു ഫ്ലവർ ബീഡിന് നല്ല റേറ്റ് ആയിരിക്കും. ഇനി ഞാൻ ഈ ഒരു ബീഡ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ആ ഒരു ലാവൻഡർ കളർ ബീഡ്സിന് 10 രൂപയാണ് കേട്ടോ. 10 ഗ്രാമിന് 10 രൂപയാണ്. ഒരുപാട് ബീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ 10 രൂപയ്ക്ക് വാങ്ങിയപ്പം. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 2 ബ്രൂച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 2 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, അടിപൊളിയല്ലേ നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് കാണാനായിട്ട്. ഇനി നമ്മൾ ഈ ഇതിൻ്റെ എൻഡിങ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് വളച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വൃത്തിയിൽ അങ്ങ് ചുറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു എൻഡ് നമ്മുടെ കയ്യിലോ തലയിലോ കുത്താത്ത രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് ബീഡ്സിനും 10 രൂപയാണ് കേട്ടോ. 10 ഗ്രാമിന് 10 രൂപയാണ്.
പിന്നെ ഫ്ലവർ ബീഡ്സിന് 100 പീസിന് 300 രൂപ 350 രൂപയൊക്കെയാണ് റേറ്റ് വന്നിട്ട്. ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നേരിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫ്ലവർ ബീഡ്സിന് പൊതുവേ നല്ല റേറ്റാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗിയർ വയർ 3mm 5mm ആണ്. അത് ഞാൻ 35 രൂപ 40 രൂപ ആ ഒരു ഡിഫറൻസിലാണ് വാങ്ങിയിട്ടുള്ളത്. കുറേ മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഹെയറിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ യു ഷേപ്പിൽ വെച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ആ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ബീഡ് കണ്ടതിന് ശേഷമാണ് ഈ ഒരു ബീഡ്സിനോട് ഈ ഒരു കളറിനോട് ഇത്രയും ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് മുന്നേ അത്ര തന്നെ ഈ ഒരു കളറ് അങ്ങനെ ഇത്രയും ക്വാളിറ്റി ഉള്ള കളർ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ബീഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായി. ഈ ഒരു കളറിനോട് ഇപ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട്? അത്യാവശ്യം ലെങ്ത് ഉണ്ട് അല്ലേ? അപ്പം വളരെ സിമ്പിളായിട്ടും അല്ലെങ്കിൽ ഹെവി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മറ്റ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇതുപോലെ വെറൈറ്റി ബീഡ്സ് വെച്ചിട്ടുള്ള വെറൈറ്റി ഡിസൈനിൽ ഒരുപാട് ബ്രൂച്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഹെയറിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തത് അത്ര ശരിയായിട്ടൊന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സെറ്റാക്കിയതാണ്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മളുടെ ഈ ഒരു ഹെയർ ബ്രൂച്ച് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. വലിയവർക്ക് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയും വെക്കാം. കൊച്ചു പിള്ളേർക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഹെയർ ബോ വയ്ക്കുന്ന പോലെയൊക്കെ വെക്കാം. എന്തൊക്കെ സ്റ്റൈലിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സ്റ്റൈലിലൊക്കെ നമുക്കിത് തലയിൽ വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.